ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മീനില്ലാത്തൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടോ, ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ച കോവയ്ക്കാണ്. കണ്ടോ, 1 കിലോയും മുകളിലുണ്ട്. എന്ത് സന്തോഷമാണിത്. കണ്ടോ, നമുക്കെല്ലാവർക്കും കോവലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള 1-2 ദിവസം കിട്ടും. അപ്പോൾ നമ്മൾ കോവയ്ക്കൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാവൂ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി, പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ. നമുക്കിനി ഇത് തയ്യാറാക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കൊരു സ്വല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നിറത്തിന് വേണ്ടിയാണ്. നമ്മൾ അരപ്പിൻ്റെ കൂടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോഴും സ്വല്പം ചെറിയ ഉള്ളി തേങ്ങയുടെ കൂടെ അരയ്ക്കണം. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം. അരപ്പിനാവശ്യമായിട്ട് നമ്മൾ 1 മുറി തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, ഉലുവാപ്പൊടി. നമുക്കിത് നന്നായിട്ടൊന്ന് മീൻ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർക്കാം. കോവയ്ക്കയൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ചെറിയ ഉള്ളിയും കോവയ്ക്കായും പച്ചമുളകുമാണ് ഇട്ടിരുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം വെന്ത് പോകണ്ട തേങ്ങ. ഉണ്ടല്ലേ, നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കടുക് വറുത്തിടാം, പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി കരിവേപ്പില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കടുക് താളിക്കുകയാണ്. ഉണ്ടല്ലേ, കടുവൊക്കെ താളിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മീനില്ലാത്ത മീൻ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഉണ്ടല്ലേ, ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് നിറച്ചുണ്ണാൻ. ഇത് ഒഴിക്കാനും എടുക്കാം, തൊട്ട് കൂട്ടാനും എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.